അശ്വിൻ്റെ ഒരു കണക്കുകൂട്ടൽ ഏകദേശം എത്ര ഒരു പൊട്ടൻഷ്യൽ അവർ ഒന്ന് ആംപ്ലിഫൈ ചെയ്താലാണ് അവർക്ക് എയിംസിലേക്ക് പോകാൻ സാധിക്കും? ഞാൻ കരഞ്ഞ സമയങ്ങളുണ്ട്, ഞാൻ പേന വലിച്ചിരുന്ന സമയങ്ങളുണ്ട്. സോ ദിസ് നിങ്ങൾക്ക് റെസ്പെക്റ്റീവ്ലി നിങ്ങൾക്ക് ആ ഒരു ഇനീഷ്യലി എഫേർട്ട് കൊടുക്കുക വേണം. ഞാൻ +1 +2 സമയത്ത് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം എൻ്റെ കോൺസെപ്റ്റ് ഏകദേശം ബേസ് ലൈൻ ഫൈൻ ആയിരുന്നു. അതിനുശേഷം റിപ്പീറ്റ് ഇയർ കൂടി ചെയ്തപ്പോഴാണ് എൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയത്. പക്ഷേ റിപ്പീറ്റ് ഇയർ വാസ് ഫൈൻ, കാരണം ഞാൻ എടുക്കേണ്ട സ്ട്രഗിൾ ഞാൻ +1 സമയത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കരയേണ്ട സമയങ്ങളിലും ഉറങ്ങാതിരിക്കേണ്ട സമയങ്ങളിലും ഞാൻ +1 സമയത്ത് ഇരുന്നിട്ടുണ്ട്. സോ ആ സ്ട്രഗിൾ ഞാൻ ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റർ ബാച്ചിന് പോകുന്ന സമയത്താണ് എനിക്ക് അറിയായിരുന്നു എനിക്ക് കോൺസെപ്റ്റ് ഫൈൻ ആണെന്നും ചെറിയ ചെറിയ ഗ്യാപ്സ് ഫില്ല് ചെയ്യണം. ആൻഡ് ഐ ഹാഡ് ഡു ദ മോക്ക് ടെസ്റ്റ്. ഇതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള തീം. എയിംസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി യു ഹാവ് ടു തിങ്ക് അബൌട്ട് എയിംസ്. എയിംസിനെ കുറിച്ച് ചിന്തിക്കണം. ആൻഡ് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിനെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ പിയേഴ്സിന് ഇടയ്ക്ക് നമ്മൾ ബെറ്റർ മാർക്സ് കിട്ടി. യെസ്, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഗുഡ്. പക്ഷേ അത് പോരാ എന്നും ഇനിയും എനിക്ക് വർക്ക് ചെയ്യണമെന്നും എത്രത്തോളം വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നിങ്ങൾക്ക് മാക്സിമലി പറ്റുമോ അത്രയും വർക്ക് ചെയ്യണം. ബിക്കോസ് അറ്റ് ദ നാഷണൽ ലെവൽ നിങ്ങൾ വേറൊരു വ്യക്തിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്ര കൂടുതൽ മാർക്ക് വാങ്ങിച്ചു, നിങ്ങൾ എത്ര വർഷം ഇരുന്ന് പഠിച്ചെന്നോ, നിങ്ങൾ എത്ര രാത്രികൾ ഉറങ്ങാതിരുന്നു എന്നല്ല, അൾട്ടിമേറ്റ്ലി നിങ്ങൾ ആ 3 hours എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ 3 hours. ദാറ്റ് ഇസ് വാട്ട് മാറ്റേഴ്സ്.